ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സ് കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോട്ടസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 12 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ ആണ്. മെഷർമെൻ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഇതിനെ ഞാനൊന്ന് പകുതിയായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു തവണ കൂടി മടക്കാം. ഇനി മൂന്നാമതായിട്ട് ഇതിനെ ക്രോസ് ആയിട്ടാണ് മടക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 3 തവണയാണ് മടക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഹാർട്ട് ഷേപ്സ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പകുതി ഹാർട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം നമുക്ക് 4 ഹാർട്ട് പീസസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് 3 എണ്ണം മാത്രം മതി നമുക്ക്. 2 എണ്ണം ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂന്നാമത്തേതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. ഒരെണ്ണം ഇവിടെ ഒട്ടിക്കാം. കുറച്ച് ചെരിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. അങ്ങനെ കുറച്ച് ഇതളുകൾ മാത്രമുള്ള ഒരു സിമ്പിൾ ലോട്ടസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കളേഴ്സിലുള്ളതും കൂടി ചെയ്തെടുക്കാം. 4 കളേഴ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പല കളേഴ്സിൽ ഒരുപാട് ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എന്നിട്ട് ഇതൊരു വേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് കുറച്ച് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ലീവ്സ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഇപ്പം നമ്മുടെ 4 ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്. ലീവ്സും സ്റ്റെംസും എല്ലാം ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.